എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറെ പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ടത് രേവതിക്ക് പുതിയ പൂക്കടയൊക്കെ തുടങ്ങിക്കൊടുത്തു സച്ചി. അപ്പൊ ആണെങ്കിൽ ചന്ദ്രമതി കട്ടക്കലിപ്പായി. ഇനി ഇവിടെ പൂക്കടയും വെച്ചിട്ട് അവിടെ പോയി ഇരിക്കത്തുള്ളൂ. താൻ ഇവിടെ കിടന്ന് ജോലികളൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രമതി ഇത് പുറമെ കാണിച്ചൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിലും പുറമെ പറയാൻ പറ്റത്തില്ലോ. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ പൂക്കടയാണേലും ഉള്ള ചെറിയ കടയാണേലും അതൊക്കെ അടച്ച് രേവതി സച്ചിയുടെ വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ വീടിന്റെ തൊട്ട് വാതൊക്കെ തന്നെയാണ് കട വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രേവതി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അങ്ങനെ എല്ലാം കൊടുത്തിട്ട്, കാരണം ഒരു കട വെക്കാൻ പൈസ അതെല്ലാം കൊടുത്ത് ബാലൻസ് 600 രൂപ ലാഭം കിട്ടി. അപ്പൊ ആ ദിവസം തന്നെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കാരണം തൊട്ടടുത്തൊന്നും പൂക്കടയൊന്നുമില്ല. പിന്നെ പൂ മേടിക്കണമെങ്കിൽ അവിടെയുള്ളവരൊക്കെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോകണം. അപ്പൊ അത് കുറെ ദൂരമുണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം മേടിക്കാറില്ല. പക്ഷെ ഇത്ര അടുത്ത് പൂക്കട വന്നുകൊണ്ട് എല്ലാവർക്കും അത് ഭയങ്കര കാര്യമായി. കാരണം തൊട്ടടുത്ത് പൂ വാങ്ങാലോ, അത്ര ദൂരം പോകുകയും ചെയ്യണ്ട. പൈസയൊക്കെ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി 600 രൂപ ബാലൻസും വരിക. സച്ചു പറഞ്ഞു ഇന്നത്തെ ലാഭം 600 രൂപ എല്ലാം കഴിഞ്ഞ് നാളെ പൂ മേടിക്കാനുള്ള പൈസ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് 600 രൂപ ലാഭം കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ടോ, വലിയ കോടീശ്വരന്മാരെന്ന വിചാരം. 5-6 പൂ കെട്ടി കൊടുത്തിട്ട് കിട്ടിയ കാശ് ഒരു പുച്ഛ ഭാവമായിരുന്നു ചന്ദ്രമതിയുടെ പുറത്ത്. അപ്പൊ തന്നെ രവീന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. സച്ചു പറഞ്ഞു അതാച്ചാ ഇന്നത്തെ ദിവസത്തെ വരുമാനം എത്രയാ? 600 രൂപ. ഇതേ രേവതിക്ക് 600 രൂപ ലാഭം കിട്ടിയിരിക്കുന്നു പറയണം. 600 രൂപ പറച്ചിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 6 കോടി രൂപ എന്ന് പറയുന്ന പോലെ ആണല്ലോ എന്ന് ചന്ദ്രമതി പറയണം. രവീന്ദ്രൻ നീ എന്തിനാ കളിയാക്കുന്നേ? നിനക്ക് 1 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ദേ 6 കോടി രൂപയുടെ വിലയുണ്ട് ആ കയ്യിലിരിക്കുന്ന 600 രൂപയ്ക്ക്. അവനാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണേ. ഇത് കേട്ട സച്ചി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. അതെ, ഞാനും രേവതിയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ, അല്ല ചുമ്മാ ആരുടെ നിന്നും പിടിച്ചു പറിച്ചും ഒന്നും വാങ്ങിക്കുന്ന പൈസയില്ല. അപ്പൊ അതിൻ്റെതായ വിലയുണ്ട്. 1 രൂപ കിട്ടിയാൽ പോലും അതിൻ്റെതായ വിലയുണ്ടെന്ന് പറയാം. പിന്നെ വലിയൊരു കട വന്നിരിക്കുന്നു, ഒരു പൂക്കട. ഇത് കേട്ടപ്പം സച്ചു പറഞ്ഞു അമ്മേ അസൂയപ്പെട്ടൊരു കാര്യമില്ല. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റുമായിരിക്കും. ആദ്യം ഇപ്പോൾ ഒരു ചെറിയ പൂക്കടയല്ലേ, ഇനി ഞങ്ങൾ 2-3 പൂക്കടകൾ അവിടെ ഇവിടെയൊക്കെ തുടങ്ങും. പിന്നെ വലിയ കടയായിട്ട് മാറും, കുറെ സ്റ്റാഫുകളും വരും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ ഒരു തകർപ്പന പ്രകടനം അങ്ങോട്ട് കാഴ്ചവെക്കുമെന്ന് പറയണം. പിന്നെ പൂ കെട്ടിയല്ലേ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നത്. പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ അമ്മ അങ്ങനെ പുച്ഛിച്ച് തള്ളുവൊന്നും വേണ്ട. പൂക്കച്ചവടം എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ് തന്നെയാന്ന് പറയണം. അതെ അതെ ബിസിനസ് തന്നെയാ, നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് അതൊക്കെ പറ്റുള്ളൂ എന്ന് പറയണം. ദേട്ടം സച്ചു പറഞ്ഞു അതെ ഇവളെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. അല്ല ഇവൾ അത്ര സ്പീഡിൽ പൂ കിട്ടുന്നതോട് ഇവിടെ ആരും ഉണ്ടോ? ഇല്ല ആരുമില്ല. കണ്ണടച്ച ആൾ ഇവള് പൂ കിട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു മടിയില്ല. ഇവള് കടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് വിജയിക്കും എന്നുള്ള 100% ഉറപ്പാ. പിന്നെ പോരാത്തന് അമ്മയുടെ പേരല്ല കടക്കിട്ടേക്കുന്നേ, ചന്ദ്രമതി പൂക്കടാന്ന്. ഓ എന്റെ പൊന്നെ, എന്റെ പേര് കൊണ്ടെന്ന് നശിപ്പിക്കാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ പേര് നിന്റെ കടക്കിട്ടാന്റെ കുഴപ്പമെന്താ? എന്റെ പൊന്നോ, അല്ല നിനക്ക് ബ്യൂട്ടി പാർലർ നിന്റെ പേരിടുന്നതിന് കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ രേവതിയുടെ പൂക്കടയ്ക്ക് പേരിട്ടാലോ നിനക്ക് കുഴപ്പമൊന്നും ചോദിക്കാം. ഇത് കേട്ടാന്ന് ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. രവീന്ദ്രൻ പറഞ്ഞു അല്ല രാവിലെ പോണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അതെ പോണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ രേവതി പറഞ്ഞു അതെ രാവിലെ പോണം വെച്ചാൽ രാവിലെ കട തുറക്കണം, അതിനു മുമ്പ് പോയി പൂവൊക്കെ വാങ്ങിച്ചോണ്ട് വേണം. പിന്നീട് സച്ചിയോട് പറഞ്ഞു വെളുപ്പിന് 3:30 ആകുമ്പത്തിന് എഴുന്നേക്കണം. 3:30 ആകുമ്പോഴാ എന്തിനാ? അല്ല രാവിലെ പോയി പൂ മേടിച്ചോണ്ട് വന്നല്ലേ കെട്ടാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം. മാർക്കറ്റിൽ പോകണം, മാർക്കറ്റിൽ പോയി പൂവൊക്കെ വാങ്ങിച്ചോണ്ട് വേണം, പിന്നീട് വേണം എനിക്ക് കെട്ടാന്ന് പറയണം. അയ്യോ അപ്പൊ ഞാൻ നല്ല ഉറക്കത്തിന് സമയല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്റെ അച്ഛനൊക്കെ നേരത്തെ ചെയ്തോണ്ടിരുന്നേ, ഇപ്പോഴെന്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഓ നിന്റെ ദൈവം അത് പണിയാണല്ലോ. ഒരു കാര്യം ചെയ്യേ, രാവിലെ എന്റെ കൂടെ നീയും കൂടെ വരാൻ പറയണം. രവീന്ദ്രൻ പറഞ്ഞു രാവിലെ പോണെങ്കിൽ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. 2 പേരും കൂടെ പോയി കിടക്കാൻ നോക്ക്, കിടന്നുറങ്ങിയല്ലേ രാവിലെ വെളുപ്പിന് എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവര് മുറിയിലേക്ക് പോകണം. ചന്ദ്രമതി ഒരു പൂക്കട, മനുഷ്യരുള്ള സമാധാനം കൂടെ പോയെന്ന് പറയാം. നിനക്കെന്തിനാ ചന്ദ്ര ഇപ്പം സമാധാനക്കേട്? ബാക്കി 2 മരുമക്കളും ജോലിക്ക് പോകുന്നുണ്ട്. ദേ ഇവൾക്ക് ഒരു ജോലിയില്ല, കൂലിയില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ലേ പരാതി. ഇപ്പൊ പരാതിയും പരുവവും കൂടെ തീർന്നില്ലേന്ന് ചോദിക്കാം. എന്നാലും രവിയേട്ടാ ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയെന്ന് പറയാം. എന്ത് ഇവളീ പൂ കെട്ടാൻ പോകുന്നേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, സച്ചിയാണ് അവൾക്കത് തുടങ്ങിക്കൊടുത്തേ. ഇനി അവൻ തീരുമാനിച്ചോളൂ എന്ത് ചെയ്യണമെന്ന്. നീ കൂടുതൽ അതിനകത്ത് ഇടപെടാൻ പോണ്ട. പറഞ്ഞേട്ടാ അവളായിട്ട് അവളുടെ ഒരു തൊഴിൽ, അവള് കണ്ടുപിടിച്ചൊരു തൊഴില്, അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൂ കെട്ടുന്നത്. അവൾക്ക് അത് നന്നായിട്ട് വിജയിപ്പിക്കാൻ അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പം നോക്കേണ്ട കാര്യമില്ല. അവൾ ആ കട മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറയണം.
പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും രേവതി സച്ചിയോട് പറഞ്ഞു, അതെ കിടന്നുറങ്ങുന്നില്ല എനിക്ക്. എന്ത്? അല്ല രാവിലെ എഴുന്നേക്കണ്ടല്ലേ? അത് പിന്നെ എഴുന്നേക്കണം. അതെ ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ എന്നോട് വരത്തില്ലെന്ന് ചോദിക്കുക. അല്ല ഞാൻ വരണോ? ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പണികളൊക്കെ. എന്ത് പണികള്? ഏത് പണി? ഒരു പണി ഇവിടെ ആരും ചെയ്യുന്നില്ല. രാവിലെ എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയി പൂവൊക്കെ വാങ്ങി ഇങ്ങോട്ട് തിരികെ വരാന്ന് പറയണം. ദേവന്റെ രേവതി പറഞ്ഞു ശരിയെന്ന് പറയണം. പിന്നീട് രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്താ നീ ആലോചിക്കുന്നേ? അല്ല ഇന്നലെ ഈ സമയത്ത് ഞാൻ ആകെപ്പാടെ സങ്കടത്തിലിരിക്കുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം വർഷം കൊണ്ടുവന്ന കൈ പണമൊക്കെ തന്ന കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. കാരണം പണം കൊണ്ടേ തന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ആകെപ്പാടെ അറിയാവുന്ന ജോലി വീട്ടുപണി, പിന്നെ ഈ പൂ കെട്ടുന്ന പണിയും മാത്രമേ ഉള്ളൂ അറിയത്തുള്ളൂ. എല്ലാവർക്കും വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് പോകാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു സച്ചേട്ടാ. പക്ഷെ കൃത്യസമയത്ത് തന്നെ സച്ചേട്ടൻ എന്റെ മനസ്സറിയുന്ന പോലെ ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം. ഇത് കേട്ടാ സച്ചു പറഞ്ഞു, അതെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറയാം. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ടോ സച്ചിന് രേവതി ഇങ്ങനെ നോക്കണം. ആഹാ കൊള്ളാലോ, ഇപ്പൊ ഭയങ്കര തത്വങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിങ്ങനെയാ ചില സമയത്ത് എനിക്ക് അങ്ങനെ വരുമെന്ന് പറയണം. അല്ല എന്താ നിന്റെ അടുത്ത പരിപാടി എന്ന് ചോദിക്കാം രേവതിയോട്. രേവതി പറഞ്ഞു, അടുത്ത പരിപാടി എന്താ, കിടന്നുറങ്ങണം. അതല്ലേ ഞാൻ ചോദിച്ചേ. ഈ പൂവട്ടി ഇപ്പൊ ഒരു കടയല്ലേ ഉള്ളൂ, നമുക്ക് വേറെ കടയും കൂടെ സ്വന്തമാക്കണ്ടെന്ന് ചോദിക്കും. അത് പിന്നെ വേണം, ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ക്ലച്ച് പിടിക്കട്ടെ, അതിന് ശേഷം മതി. അത് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് രേവതി. കാരണം ഈ ഒരു കട പോരാ, വേറെയും കട വേണം. എന്താന്ന് വെച്ചാൽ കുറെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം വേണം. കുറെ പൂക്കട. എനിക്കറിയാം നിനക്ക് ഇതിനകത്ത് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാവരുടെ മുന്നിൽ നീ ഇങ്ങനെ നാണം കെട്ട് തലയുരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കോ ഒന്നുമല്ല. ഞാൻ നിന്റെ ഭർത്താവല്ലേ. അതുകൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നിനക്ക് ഇതാണ് ഏറ്റവും പറ്റിയ പണി. കാരണം നീ ഇതാണ് പഠിച്ചിരിക്കുന്ന പണി. അപ്പൊ ഇതിനകത്ത് നീ ഉയർത്തി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാന്ന് പറയാണ്. ദേവത എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് ഈ പൂക്കടയൊക്കെ ഉണ്ടാക്കി തരുമെന്ന്. അതെ അറിയാലോ, അവരോട് എല്ലാവരോടും ഉള്ള ദേഷ്യം കൊണ്ടാ നീ ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ എത്രമാത്രം കാണുന്നുണ്ട്. നിനക്ക് വേറെ ജോലിക്ക് പോകാൻ കഴിയാത്തോണ്ടല്ലേ നീ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നേ. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. നിനക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ട്, നീ ഒരു മുതലാളിയപ്പം ഒരു പൂക്കട മുതലാളി. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. അത് ശരി. എന്താ ഞാൻ പറഞ്ഞ കുറച്ചിലായിപ്പോ? എന്ത് കുറച്ചില്? എന്റെ അച്ഛൻ എന്നെ ചെറുതിലെ തൊട്ട് വളർത്തിക്കൊണ്ട് വന്നേ ഈ പൂക്കച്ചവടം നടത്തിയിട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ എനിക്കൊരു നാണക്കേടൊന്നുമില്ല. പിന്നെ ഇതൊരു നല്ല കാര്യം കൂടെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അന്ന് ഉറങ്ങണ്ടേന്ന് ചോദിക്കാം. ശരി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കിടക്കുവാണ്. അങ്ങനെ രാവിലെ നേരം വെളുത്ത ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും എഴുന്നേറ്റ് റെഡിയായി രാവിലെ തന്നെ പൂ വാങ്ങാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ കാറിനകത്ത് AC ഇട്ടേക്കൊന്നും നല്ല തണുപ്പുണ്ടായിരുന്നു. രേവതിയോട് നന്നായിട്ട് തണുക്കുന്നുണ്ടെന്ന് പറയാം. അതെ എനിക്കിതൊക്കെ ശീലമാണെന്ന് സച്ചു പറയണം. രാവിലെ ഞാൻ എപ്പോഴും ഇങ്ങനെ പോണതല്ലേ. പക്ഷെ ഞാൻ രാവിലെ നേരത്തെ ചെറുതൊക്കെ ആയ സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ രാവിലെ എഴുന്നേറ്റ് പൂ മേടിക്കാനും മാർക്കറ്റിൽ പോയായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്ര തണുപ്പ് തോന്നിയിട്ടില്ല. ഇത് കേട്ടതും സച്ചു പറഞ്ഞു, അത് പിന്നെ ഇത് ഡിസംബർ മാസം അല്ലേ, അതുകൊണ്ട് എത്ര തണുപ്പെന്ന് പറയണം. ഓ മഞ്ഞുമാസം ആയതുകൊണ്ടല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയിട്ട് ആവശ്യത്തിനുള്ള പൂവൊക്കെ വാങ്ങുവാണ്. അങ്ങനെ രേവതി പൂവൊക്കെ വാങ്ങിച്ച് കാരണത്ത് വെച്ച് കഴിഞ്ഞപ്പോ രേവതിനെ അറിയുന്ന ഒരു ചേച്ചിയും കൂടെ ആഹാ കുറെ കാലമല്ലേ രേവതി കണ്ടെന്ന് പറയണം. അതെ അല്ല ഇപ്പൊ എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ? അതെ ഞങ്ങൾ പൂക്കട തുടങ്ങി. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ ഞാൻ പണ്ടേ ഓർത്ത കാര്യ രേവതി പൂക്കട വെക്കണം ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം. മോൾക്ക് അത്ര നല്ല കഴിവുണ്ടല്ലോ എന്ന് പറയാണ്. കാരണം രേവതി പ്രശസ്തിയാ പൂമാല കിട്ടുന്ന കാര്യത്തില. കാരണം അത്ര സ്പീഡപ്പിലാണ് രേവതി പൂമാല കിട്ടുന്ന എല്ലാവർക്കും അറിയാൻ ചെയ്യാം. എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പൊ ഈ സമയം സച്ചു പറഞ്ഞല്ല എന്തേലും കഴിക്കണ്ടേ, ചായ കുടിക്കണ്ടേന്ന് ചോദിക്കണം. ഇപ്പൊ ഒന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ തൽക്കാലത്തേക്ക് എന്തൊരു കാര്യം ചോദിച്ചു ചായ എങ്കിലും കുടിക്കാൻ പറഞ്ഞിട്ട് രേവതിക്ക് ഒരു ചായയും മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തിരിച്ചവരും കൂടെ പോരുന്ന സമയത്ത് സച്ചു പറഞ്ഞ് കഴിക്കാതെ പോയിട്ട് കാര്യമില്ല, എന്തായാലും കഴിക്കാന്ന് പറഞ്ഞ് രേവതിനെയും കൊണ്ട് പോയി ഫുഡ് കഴിക്കാൻ മേടിച്ചു കൊടുക്കണം. കഴിച്ചു വന്നപ്പോൾ രേവതി നമ്മൾ ഇവിടുന്ന് കഴിച്ചു, പക്ഷെ വീട്ടിലുള്ള എല്ലാവരും പട്ടിണിയല്ലേന്ന് ചോദിക്കുക. അതെങ്ങനെ പട്ടിണിയാന്നേ, അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണേ വെച്ചുണ്ടാക്കി കഴിക്കാലോ എന്ന് പറയാം. അത് പിന്നെ ഞാനല്ലേ ഉണ്ടാക്കുന്നേ. ഓഹോ അപ്പൊ നീ ചെന്നിട്ട് എല്ലാം ഉണ്ടാക്കി പേർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടാണ് കട തുടങ്ങാൻ പോകുന്നത് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കണ്ടേ. അവിടെ എല്ലാവരും ഉണ്ട്, അവരവർക്ക് വേണ്ട സാധനങ്ങൾ അവരവർ വേണം ഉണ്ടാക്കി കഴിച്ചോളും. അതിനകത്ത് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നും ഇല്ലെന്ന് പറയണം. അത് പിന്നെ നല്ലതും മോശമല്ലേ, അല്ലെങ്കിൽ പിന്നെ പറയണായിരുന്നു നമ്മളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ലെന്ന്. അവര് നോക്കിയിരിക്കില്ലേ. ഒരു കാര്യം സച്ചേട്ടാ ഇന്ന് എല്ലാവർക്കും ഉള്ള ഫുഡ് വാങ്ങിക്കാന്ന് പറയണം. നീ എന്തൊക്കെയാ പറയണേ, ഒരു ദിവസത്തിന് വാങ്ങ, നാളെ ഇനി പറയാം, നാളെ മുതൽ അവരെന്തെങ്കിലും ഉണ്ടായിക്കോളൂല്ലെന്ന് പറയണം. അങ്ങനെ സച്ചി ശരിയെന്ന് പറയാണ്. ഈ സമയം നേരം വെളുത്തിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഹാളി വന്നിരുന്നിട്ട് രേവതിനെ കിടന്ന് വിളിച്ചലറുക. രേവതി നീ അവിടെ എന്തെടുക്കും അടുക്കളയില്? കുറെ സമയം ഞാൻ എന്റെ ചായ ചോദിച്ചിട്ട് ഇതുവരെയായിട്ടും കൂടെ എത്തിയില്ല, എന്നെ അങ്ങോട്ട് വരുത്തല്ലോ കേട്ടോ എന്ന് പറയണം.
അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു. നീ എന്താ ഇവിടെ കിടന്ന് അലറി വിളിക്കണേന്ന് ചോദിക്കാം. ദേ അവളെ രേവതീനെ അവളെ കണ്ടില്ലേ, ഞാനങ്ങ് ചെന്നായെന്നുണ്ടല്ലോ. ചെന്നാ നീ എന്ത് ചെയ്യാൻ പോ? ഒന്നും ചെയ്യാൻ പോല. നീ ഇവിടെ കിടന്ന് ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. രേവതി വരാൻ പോകുന്നില്ലെന്ന് പറയാണ്. അതെന്താ രവിയേട്ട അങ്ങനെ പറഞ്ഞു? രേവതി ഇവിടെ ഉണ്ടെങ്കിലല്ലേ വരത്തുള്ളൂ. അവള് പിന്നെ എവിടെ പോയി? അതറിയത്തില്ലേ? അവളൊരു കട ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കടയുടെ ഓണർ അവള്. അപ്പൊ അവൾക്ക് കട തുറക്കണ്ടേ? കടയിലേക്ക് പൂമാല കെട്ടിയൊക്കെ വെക്കണ്ടേ? ഇനി പഴയ പോലെ ഒന്നും അവളെ നിനക്ക് കിട്ടത്തില്ല എന്ന് പറയണ. ചായയൊക്കെ വേണമെങ്കിൽ അവനോട് സ്വന്തമായിട്ട് പോയി വെച്ചുണ്ടാക്കി കുടിക്കണമെന്ന് പറയാം. രവിയേട്ട ഇത് എന്തൊക്കെയാന്ന് ചോദിക്കണം. എന്താ പറ്റില്ലേ? നിനക്ക് എന്നൊരു ചായ ഉണ്ടാക്കാൻ അറിയാൻ മേലേന്ന് ചോദിക്കാം. അത് പിന്നെ അല്ല, രേവതി പെടുന്നതിന് മുമ്പ് നീ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ? ഉണ്ടാക്കിക്കൊണ്ടിരുന്നാ. പക്ഷെ ഇപ്പോഴെന്ത് പറ്റി? ചായക്ക് എന്താ വെള്ളമില്ലേന്ന് ചോദിക്കാം. അതല്ല രവിയേട്ട, ഈ പൊടിയും പഞ്ചസാരയൊക്കെ ഇരിക്കുന്ന എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. ഓഹോ, അല്ല നീ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നേ? നീ അടുക്കളയിൽ തന്നെ നീ എടുത്ത സാധനങ്ങളല്ലേ അവിടെ കാണത്തുള്ളൂ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അങ്ങനെ തന്നെയാ, പിന്നെന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യാ, നീ പോയി അടുക്കള പോയി ആദ്യം എവിടെ എന്തൊക്കെ ഇരിക്കുന്നു നോക്ക്. അല്ല അത് പിന്നെ ഞാൻ നേരത്തെ അടുക്കി പെറുക്കി വെച്ചാ ഈ രേവതി അത് വീണ്ടും ഓർഡർ എത്തിച്ചു വെച്ചു, അതുകൊണ്ടാന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം മൊത്തം അടുക്കി നല്ല ക്ലീനാക്കി വെക്കുക. ഇനിയിപ്പോ എല്ലാ ദിവസവും നീ തന്നെ ആയിരിക്കില്ല അടുക്കള കിടന്ന് പണിയുന്നേ. ഞാനോ? പിന്നല്ലാതെ. രേവതി കട തുറക്കാൻ പോയില്ലേ, പിന്നെ നിനക്ക് പകരം ആരാ അടുക്കള കിടന്ന് പണിയുന്നേ? ആരും അടുക്കള കിടന്ന് പണിയാൻ പറ്റത്തില്ല. നീ തന്നെ വേണം കാപ്പിയും ചോറും എല്ലാം ഉണ്ടാക്കാനായിട്ട്. ചന്ദ്രമതി മുഖം കൂടെ താണ്. ചന്ദ്രമതി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ തന്നെയല്ലേ പറഞ്ഞേ വേറെ 2 മരുമക്കള് ജോലിക്ക് പോകുന്നു. രേവതിക്ക് ഒരു ജോലിയും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രേവതി അടുക്കളപ്പണിയും ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ അവൾ കണ്ടൊരു പൂക്കടയുണ്ട്, ഇനിയിപ്പോൾ അവൾ അടുക്കളപ്പണിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യമായിപ്പോയി. ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ രവിയേട്ടാ ഒരു കാര്യം ചെയ്യും, എനിക്കൂടെ എടുത്തോണ്ട് വാ. ഞാനും ചായ കുടിച്ചിട്ടില്ല. രേവതി മോളുണ്ടെങ്കിൽ രാവിലെ ഒന്നും ചായ കൊണ്ട് തരുന്ന, ഇന്ന് ചായ കുടിച്ചിട്ടില്ല, എനിക്കൂടെ എടുക്കാൻ പറയണം. ചന്ദ്രമതി ദേഷ്യപ്പെട്ട് പുറപ്പെടുത്തോണ്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പൊടിയൊക്കെ നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ട് വർഷയും ശ്രീകാന്തും കൂടെ വരുവാണ്. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, ഇതല്ല അമ്മേ, ഇതിലായിട്ട് ചായ ഒന്നും കിട്ടിയില്ലോ എന്ന് പറയണം. വർഷം പറഞ്ഞു, എനിക്കിത് നേരത്തെ പോണോ ആന്റി, എനിക്കും വേണമെന്ന് പറയണം. കണ്ടപ്പോഴത്തേനും ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമതി ഒന്ന് നോക്കുവാണ്. വർഷ വെച്ചു, അല്ല എന്താ അമ്മ എന്താ നോക്കണേന്ന് ചോദിക്കാണ്. എല്ലാം മോളെ പൊടി എന്താ നോക്കുക, കാപ്പിപ്പൊടി എവിടെയാ നോക്കിയത് കണ്ടില്ലെന്ന് പറയണേ. കാപ്പിപ്പൊടി അത് അമ്മയ്ക്ക് അറിയില്ല, എനിക്കറിയില്ല. രേവതിയിലെല്ലാം ചെയ്തോണ്ടിരുന്നേ. അവളാണെങ്കിൽ രാവിലെ കട തുറക്കാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത്, അതാണോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. പെട്ടെന്ന് വർഷം ചോദിച്ചു, ശ്രീകാന്ത് ഇനി അടുക്കള കിടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാ? ഇതേ റെസ്റ്റോറൻറ്റിൽ പോകാൻ സമയം പോകും, മരിയക്കും കൂടെ ഇറങ്ങിക്കേ എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതിയും കൂടെ ഇങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് ചോദിച്ചാൽ, അമ്മേ കാപ്പി ശരിയായില്ലേന്ന് ചോദിക്കാണ്. കാപ്പി ശരിയായില്ല, ഇതെന്താ അമ്മേ, എനിക്കൊന്ന് നേരത്തെ പോണെന്ന് പറയാം. ശ്രുതിയും വന്നിട്ടുണ്ട്, എനിക്കും പോണമേ നേരത്തെ പോണെന്ന് പറയാം. നിനക്കോ, നീ അങ്ങോട്ടാണ് നേരത്തെ പോന്നെ? ഇത് കേട്ടത് ബാക്കി എല്ലാവരും ശ്രുതിനെ നോക്കണം. ശ്രുതി കണ്ണടച്ച് കാണിക്കും അമ്മേനെ, ദൈവത്തെ ഉറച്ച് ചതിക്കല്ലെന്നുള്ള രീതിക്ക്. എനിക്കൊക്കെ ഒന്ന് മനസ്സിലാകുന്നത് നീ വിചാരിക്കേണ്ടതെന്ന് പറയണം. ഇത് കേട്ടത് ശ്രുതി ചോദിച്ചാൽ, എന്താമ്മേ, അല്ല ഇവനീ നേരത്തെ പോയിട്ടെ, അല്ലമ്മേ സത്യമായിട്ടും ക്ലയന്റിനെ കാണാനായിട്ട് പോണ എന്നൊക്കെ ശ്രുതി പറയുവാണ്. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു. ജോലിക്ക് പോകണ്ടാത്തവനും ആ കൂടെ വന്നിട്ട് അങ്ങോട്ട് വാചകം അടിച്ചോണ്ടിരിക്കുക, അവനും വേണം പോലും. ചന്ദ്രമതി പറഞ്ഞാലേ ഇവിടെ കാപ്പിപ്പൊടി ഏതാന്ന് പോലും എനിക്കറിയത്തില്ല, ഞാൻ തപ്പി കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഒരു കാര്യം കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പറയണം. വർഷം പറഞ്ഞു, എനിക്ക് ഇരിക്കാനൊന്നും സമയമില്ല ആന്റി, ഞാൻ പോയേക്കുവാ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറയണം. ശ്രീകാന്തിന്റെ കയ്യെ പിടിച്ചോണ്ട് പോവാണ്. അപ്പോഴേക്ക് ശ്രുതിയും പറഞ്ഞു, എനിക്കും വേണ്ട, എനിക്ക് നേരത്തെ പോകണം, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറയണേ. പിന്നെ ശ്രുതിയുള്ളൂ. ശ്രുതി ആ പുറയും കൊണ്ട് പോവാ. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ദേഷ്യമായിപ്പോയി. അവളവിടെ ഭ്രാന്ത് പിടിക്കുന്നു തോന്നി. അപ്പോഴേക്കും രവീന്ദ്രൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, അല്ല കാപ്പി ആയില്ലെന്ന് ചോദിക്കുകയാണ്. കാപ്പി ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ ചന്ദ്രമതിയോട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അല്ല ചന്ദ്രമതി കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വരെയൊക്കെ ശരിയാച്ചാ ഞങ്ങൾ പോയേക്കോ എന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആരും കാപ്പിയൊന്നും കുടിക്കാതെ പോകുന്നത്, എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ സമയം രവീന്ദ്രൻ മനസ്സിലെടുത്തു, ഇങ്ങനെ തന്നെ വേണം, 10 ദിവസം ആയി കഴിയുമ്പോൾ എല്ലാവരും താനെ പഠിച്ചോളും. ഇത്രയും ദിവസം രേവതി ഉണ്ടായിരുന്നുകൊണ്ട് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നു, ഇനി എല്ലാവരും പഠിച്ചോളും. ഈ സമയം ചന്ദ്രമതിക്കാണ് കട്ടക്കലിപ്പായിരുന്നു. ചന്ദ്രമതി എന്ത് ചെയ്യാ, അങ്ങോട്ട് ഹാളിലേക്ക് വരിക. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഇതുവരെയായിട്ട് ആയില്ലേ? ഇപ്പൊ തന്നെ ആവുമെന്ന് പറയണം. രവീന്ദ്രൻ ഫോണിലേക്ക് കോള് വന്നു. അശോകനെ വിളിച്ചേ. അശോകൻ യൂണിയൻ ഓഫീസിലേക്ക് വരാൻ പറയണം. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാന്ന് പറയണം. അത് ചന്ദ്രേ, എനിക്ക് കോഫി എടുക്കണം എന്ന് പറയാം. അതെന്താ, ഇനിയിപ്പോ ഇവിടെ എന്തായാലും കോഫിയൊക്കെ വെച്ച് പിന്നെ എന്തായാലും കഴിക്കാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഉച്ചയാവും. അതിനേക്കാളും ഭേദം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അശോകൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവാന്ന് പറയണം. അന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും കൂടെ ഇറങ്ങിപ്പോയി. ചന്ദ്രമതി ഒറ്റയ്ക്കായിപ്പോയി. ചന്ദ്രമതിക്ക് ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി. ചന്ദ്രമതി ആ സെറ്റിലേക്ക് വന്നിരിക്കുവാണ്. എല്ലാവരും ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്, താൻ മാത്രം ഇവിടെ ഇരിക്കുന്നു. എല്ലാം അവൾ ഒറ്റയെടുത്ത് കാരണം ആ രേവതി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്.
കാരണം ഇനി എന്ത് ഫുഡ് കഴിക്കുമെന്ന് അറിയത്തില്ല. ഒന്നും ഇല്ലാതാനും രേവതി ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ലല്ലോ. സച്ചിയുടെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു. വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റു. അവർ ജോലിക്കും പോയെന്ന് പറയണം. അല്ല അപ്പൊ ഫുഡ് കഴിക്കാനായിട്ടോ? ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യ, ഇഡ്ഡലിയും ദോശ ഒക്കെ ഉണ്ട്, എല്ലാവർക്കും കഴിക്കാനുള്ളത് വാങ്ങിയതാ പാഴ്സല്. കഴിച്ചിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് സച്ചിൻ കൂടെ പോകാൻ തുടങ്ങി. പറഞ്ഞു രേവതി എന്തി? രേവതി കടയിലാന്ന് പറയണം. അവൻ വലിയൊരു പൂക്കട ഇട്ട് കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യുമെന്ന് ഓർത്തണ്ട. ആണോ? വീട്ടിലെ ജോലി ചെയ്യാനാണോ ഞാൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കല്യാണം കഴിപ്പിച്ചോണ്ട്? എന്റെ ഭാര്യ മാത്രമല്ല ഇവിടെയുള്ള, വേറെ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. അവരോടെന്താ അമ്മയൊന്നും പറയാത്തെ? നേരത്തെ അമ്മ ഇതൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. എന്താണെന്നറിയോ, എന്റെ ഭാര്യ ഇപ്പൊ ഒരു മുതലാളിയാ, ഒരു പൂക്കടയുടെ ഓണർ. അറിയാവുന്ന ചോദിക്കുക. പിന്നെ വലിയൊരു പൂക്കട വന്നിരിക്കുന്നു. അതെ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ പറയണേ, അതുപോലെ തന്നെയാ എനിക്കും എന്റെ ഭാര്യയ്ക്കും. ഞങ്ങൾക്ക് ആ ചെറിയ കട മതി, അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. ഞങ്ങൾക്ക് വലിയ അത്യാഗ്രഹം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടോ ചന്ദ്രമതിക്ക് അങ്ങ് ദഹിച്ചില്ല. പിന്നീട് സച്ചു പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നേക്കല്ലെന്ന് പറയണം. അപ്പൊ തന്നെ രേവതി അങ്ങോട്ട് കയറി വന്നു. രേവതി എന്നിട്ട് പറഞ്ഞല്ല, അമ്മ എന്താ കാപ്പ് കുടിച്ചില്ലെന്ന് ചോദിക്കണം. നീ കൂടുതൽ എന്നെ കാപ്പ് കുടിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുക്കള പണിയുണ്ടെന്നൊക്കെ ചന്ദ്രമതി പറയാം. സച്ചു പറഞ്ഞു, അടുക്കള പണിയുണ്ടെന്നോ? രേവതി പറഞ്ഞു, അമ്മ ഞാൻ ഇടയ്ക്ക് പൂ കെട്ടുന്ന സമയത്ത് ഗ്യാപ്പുള്ള സമയത്ത് കയറുകയും ചെയ്തോളാം എന്ന് പറയണം. ഇതേടെ സച്ചു പറഞ്ഞു, അതൊന്നും പറ്റില്ല രേവതി, നമ്മൾ എന്തിനു വേണ്ടി കട തുടങ്ങിയത്? ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ലേ? വീട്ടിൽ വന്ന് അടുക്കള ജോലി ചെയ്യാനല്ലോ. അമ്മയോടെ വെറുതെ നിൽക്കുമല്ലേ, അമ്മ ചെയ്യട്ടെ വേണമെങ്കിൽ. വെറുതെ എന്തിനാ നീ അടുക്കളയിലും കൂടെ വന്നു കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ അമ്മ ചെയ്തോളും, നീ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം എന്ന് പറയണം. ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചന്ദ്രമതി ആകെപ്പാടെ പെട്ട അവസ്ഥയിരിക്കുക. ഈ സമയം സുധിയല്ല, ഈ സമയം സച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ അത് പറ്റില്ലെങ്കിൽ ഒരു വേലക്കാരനെ നിർത്തിക്കോ, വേലക്കാർ ജോലികളൊക്കെ ചെയ്തോളും. ഇനിയിപ്പൊ രേവതിനെ പഴയ പോലെ കിട്ടുമെന്ന് ഓർത്ത് പ്രതീക്ഷിച്ചിരിക്കണ്ട. രേവതിനെ കിട്ടാനൊന്നും പോകുന്നില്ല, അവൾ എന്തായാലും ജോലികളൊന്നും ചെയ്യാനും പോകുന്നില്ല. ആ കാര്യത്തിൽ ഇനിയിപ്പം നോക്കുവാൻ വേണ്ട, ഒന്നും പറയാൻ വേണ്ടെന്ന് പറയാണ്. ചന്ദ്രമതിക്ക് മുഖത്ത് അടിയേറ്റോലെ ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പൊ താൻ വെച്ചുണ്ടാക്കുവാണെങ്കിൽ തനിക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇവൾ ഇനിയിപ്പൊ അടുക്കള കയറുമെന്ന് തോന്നുന്നില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ സച്ചി അവൾക്ക് പൂക്കട ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആകെപ്പാടെ ഭ്രാന്ത് ഇളകുന്ന പോലെ തോന്നി ചന്ദ്രമതിക്ക്. പിന്നീട് രേവതിയുടെ കയ്യെ പിടിച്ച് സച്ചു പറഞ്ഞു, വാ രേവതി, ദേ കടയിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. തകർന്ന് ചന്ദ്രമതി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്ന് ആ ദിവസം ഇങ്ങനെ, ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണ് താൻ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ആരും തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേവതിയല്ല ചന്ദ്രമതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ. ഇനിയിപ്പം ചന്ദ്രമതിക്ക് അടിക്കടി അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും ദിവസം രേവതിനെ അടുക്കളയിലിട്ട് പണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ചന്ദ്രമതി അങ്ങോട്ട് വേലക്കാരി ആവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇത് കൂടാതെ അന്നൊന്ന് കാണിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ നാളത്തെ ഒറിജിനൽ കഥ എന്ന് പറഞ്ഞ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും മറക്കാതെ എല്ലാം കാണണേ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷം വരാൻ പോകുന്നത് നാളെ ഉച്ചയ്ക്ക് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വിശേഷം എല്ലാ ദിവസവും ഉച്ചയ്ക്കത്തെ വിശേഷം ഇടുന്ന കണ്ടാലറിയാം. കാരണം ഇത് കണ്ടിന്യൂസിൽ നമ്മൾ ഇപ്പം ചാനലിനകത്ത് പറയുന്ന കുറച്ചുകൂടെ മുമ്പോട്ട് കമ്മിങ് സൂൺ ആയിട്ടുള്ള വിശേഷങ്ങളാട്ടോ. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, ഇത്രയിടം വരെ ആയിട്ടില്ലോ എന്ന്. അതാ ഞാൻ പിന്നെ എന്നു വന്ന് ഞാനിങ്ങനെ എടുത്ത് ആദ്യമേ അവസാനമൊക്കെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്കല്ലെങ്കിൽ തോന്നത്തില്ലേ എന്താ എങ്ങനെയാന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.